ഈ OET എക്സാം എഴുതാൻ പോയ ദിവസം എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. എങ്കിലും നിയോഗങ്ങളെല്ലാം പാലിച്ചതുകൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. ഞാൻ കാശുരൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങി ലിസ്ണിംഗ് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല. 2, 3 എന്തോന്ന് പറയുന്നോന്ന് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി എക്സാം എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന്. A പാർട്ട് കഴിഞ്ഞ് B പാർട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ OET എഴുതിയവർക്ക് അറിയായിരിക്കും എല്ലാ മൊഡ്യൂൾസും നമ്മൾ ബബിളാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ലാസ്റ്റ് 2 മിനിറ്റ് ഉണ്ടല്ലേ, അപ്പോൾ വന്ന് ബബിൾ ചെയ്യാമെന്ന് വെച്ച് ടിക്ക് ചെയ്ത് പോയി. തേർഡ് മൊഡ്യൂളായി, തേർഡ് സെഷൻ കഴിഞ്ഞ് ലാസ്റ്റ് 2 മിനിറ്റ് എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ബബിൾ ചെയ്യാൻ പറ്റിയില്ല. A പാർട്ട് ഞാൻ സ്ക്രിബിൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളായിരുന്നു, കൃത്യമായി എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ ലിസ്ണിങ്ങിന് ഉറപ്പായും മാതാവ് എന്നെ പാസ്സാക്കിയില്ലെങ്കിൽ ലിസ്ണിങ്ങിന് ഞാൻ തോറ്റു പോകുമെന്ന്. റീഡിംഗ് ആയി. ഇന്നേ വരെ പ്രിപ്പറേഷൻ ടൈമിൽ റീഡിങ്ങിൽ 1 അവറിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുമാത്രമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, എനിക്ക് കൃത്യസമയത്ത് എനിക്ക് റീഡിങ് ചെയ്ത് തീർക്കാൻ പറ്റണമെന്ന്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് എക്സാം ഹാളിൽ ഞാൻ എങ്ങനെ തീർത്തു 4 മിനിറ്റ് മുമ്പേ ഞാൻ തീർക്കുകയും ചെയ്തു. ഞാൻ എല്ലാ ആൻസേഴ്സും റിപ്പീറ്റ് നോക്കുകയും ചെയ്തു.